भगवने तोरो कृष्ण वेगने बारो നമസ്കാരം മുതലാളി. നമസ്കാരം 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 നമസ്കാരം. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. തിരുമൽ ദേവാ ഗൺപത് രക്ഷിക്കണേ. ദേവാ ആജിജങ്കാറോ മേൽക്കാ ദൈവമേ എന്ന് കച്ചവടം കിട്ടണേ. തിരുമൽ ദേവാ. ഹലോ വെങ്കടേശ്വരപ്പായി, സ്വർണത്തിന് മാർക്കറ്റ് എങ്ങനെയുണ്ട്? 15 കോടിയോ? കൊള്ളാം കൊള്ളാം. തനിക്ക് സുഖമാണോ? നമ്മളുടെ ഡയബറ്റിക് കംപ്ലൈന്റ് അങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നു. സ്വർണത്തിന് വില കയറുന്നുണ്ടെങ്കിലും പണ്ടാരം എന്റെ ഷുഗറിന്റെ അളവ് കുറയുന്നില്ല. ശരി ശരി, നാളെ വിളിക്കാം. അരെ ശ്രീനിവാസ, സ്വർണത്തിന് വില 15 രൂപ കൂടി. അപ്പൊ 2018. ശരി ശരി. ശ്രീനിവാസ, ആ എളുവുണ്ണ തറകന്റെ കല്യാണ ഓർഡർ ശരിയായോ? ഇല്ല നേറ്റയ്ക്ക് പണി ആയില്ല. എന്താണിത്? നാളെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഓർഡറല്ലേ? സുബ്രഹ്മണ്യം ദിവാകരനും ലീവാണല്ലോ. സുബ്രഹ്മണ്യന്റെ ഭാര്യ പ്രസവത്തിന് പോയിരിക്കുകയാണ്. കഴിഞ്ഞ മാസല്ലേ അവന്റെ ഭാര്യ ഡെലിവറി ആയത്? അത് അവന്റെ ഭാര്യയല്ല, വാസുദേവന്റെ ഭാര്യയാണ്. ശരി ശരി, ആരുടെ ഭാര്യയായിരുന്നാലും പ്രസവങ്ങൾ നടക്കുന്നു, നമ്മുടെ കാര്യങ്ങൾ ഒന്നും നടക്കുന്നില്ല. മുതലാളി, ഒരാള് കാണാൻ വന്നിരിക്കുന്നു. ഭണ്ടാർ, രാവിലെ പിരിവാണോ? പോകാൻ പറ. പിരിവാണെന്ന് തോന്നുന്നില്ല. എങ്കിൽ വരാൻ പറ. ആരാണോ എന്താണോ നമ്മളുടെ പാട്. സ്വർണ്ണക്കട എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് മുതലാളി, ആളുകൾ പോകും വരും. ഇതാണ്. എന്ത് വേണം? ഒരു ജോലി. അപ്പുറത്താണ് ചായക്കട, ഈ സ്വർണ്ണക്കടയാണ് ജ്വല്ലറീസ്. മനസ്സിലായോ തനിക്ക്? എനിക്ക് സ്വർണ്ണപ്പണി അറിയാം. സ്വർണ്ണപ്പണി അറിയാമെന്നോ? നോക്കിയിട്ട് തോന്നുന്നുണ്ടല്ലോ. എനിക്കറിയാം, നന്നായിട്ട് അറിയാം. അറെ ശ്രീനിവാസൻ, 2 പേർ ലീവ് ഉണ്ടല്ലോ. കുറച്ച് ദിവസത്തേക്ക് ഇവനെ അവിടെ വെച്ചാലോ? ശരി മുതലാളി. എന്താണ് നിന്റെ പേര്? ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ ഭഗവാന്റെ പേരാണ്. പേരൊക്കെ കൊള്ളാം. നല്ല പണിയായിരിക്കണം. എവിടെയാണ് നിന്റെ സ്ഥലം? തൃത്താല. തൃത്താല, അതും കൊള്ളാം. നിനക്ക് ഞാൻ ജോലി തറന്നു. ഒരു കണ്ടീഷൻ, സത്യസന്ധമായി ജോലി എടുക്കണം. സ്വർണമാണ് ഞാൻ കയ്യിൽ ഏൽപ്പിക്കുന്നത്. ദുഷ്ടവിചാരങ്ങൾ മനസ്സിൽ തോന്നും, അടക്കണം. എന്ന് വെച്ചാൽ നമ്മളുടെ കട അടപ്പിക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ? ഇനി ശമ്പളത്തിന്റെ കാര്യമെല്ലാം മാനേജർ സംസാരിക്കും. പിന്നെ എവിടെയാണ് നിന്റെ താമസം? അതിപ്പം ഇവിടെ എന്റെ അമ്മാവിന്റെ പേരുണ്ട്. അതും നല്ലത്. ശ്രീനിവാസൻ, ഇവനെ കൊണ്ടുപോയി ജോലിയെല്ലാം ഏൽപ്പിച്ചു കൊടുക്കൂ. നീക്കൂ വരൂ വരൂ. അവന്മാർ യൂണിയനിൽ ചേരണം, കൊടി പിടിക്കണം എന്നൊക്കെ പറയും. ചേരരുത്. ചേർന്നു എന്നറിഞ്ഞാൽ അന്ന് നീ പുറത്ത് ചെല്ലു. നിങ്ങളുടെ സാധനം എടുത്തോളൂ. എന്താ കണ്ണാ? എന്താണത്? വെള്ളരിക്ക, ഉള്ളി, പാവക്കാജു തിന്ന് മടുത്തു. ഡയബറ്റീസ് ഉണ്ടെന്ന് കറിയൂ തന്നെ തിന്നടത്തുമോ? ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് മധുരം കറി പോലും കൊടുക്കരുതെന്നാ. ഇന്നെ വലിച്ചു പാരി തിന്ന സത്തുപോകും ഭണ്ഡാരം. സത്തുപോട്ട ഭണ്ഡാരം. ഒരു ജിലേബി ദിഗ്വേ.
എന്നാ ഒരു ലഡു തിക്കുവേ, ലഡുവിന് മധുരം കുറവുണ്ട്. കണ്ണാ, ഉള്ള സ്വീറ്റ്സ് എല്ലാം തിന്നാൽ സത്തു പോകും കണ്ണാ. നീ സത്തു പോയാൽ പിന്നെ എനക്ക് ആരാ ഉള്ളത്? നിനക്കത് പറയാം. കണ്ടില്ലേ ഉള്ള സ്വീറ്റ്സ് എല്ലാം തിന്ന് തിന്ന് പിടിച്ച് വയറും വീർപ്പിച്ചു വെച്ചിരിക്കണത്. എനിക്ക് ഷുഗർ ഇല്ല കണ്ണാ. പാവക്കാ ജ്യൂസ് കുടിക്ക്. തിർമൽ ദേവാ, എന്തൊരു കപ്പാണ് പണ്ടാറും. ആറോ വന്നിരിക്കണു, പോയി നോക്ക. ഓച്ചഞ്ചോയ് ഓച്ചഞ്ചോയ്. സർക്കിളാണ്, ഇരിക്കാൻ പറഞ്ഞു. മുഴുവനും കുടിച്ചല്ലോ കണ്ണൻ. നീ പറഞ്ഞാൽ നമ്മൾക്ക് കുടിക്കാതിരിക്കാൻ പറ്റുമോ? നല്ല കണ്ണൻ. തിരുവൽ ദേവാ, എന്തൊരു ബലം പണ്ടാറ. മാറു മാറു. ഗുഡ് മോർണിംഗ് മേനോൻ സർ. ഗുഡ് മോർണിംഗ്. ടിഫിൻ കളിക്കുകയായിരുന്നു ഞാൻ. ടിഫിൻ കളിക്കുന്നത് ഒരു യജ്ഞമാണ്. സ്വീറ്റ്സ് ഒന്നും തരില്ല ഇവൾ. അരെ ദമയന്തി, മേനോൻ സാറിന് കാപ്പി കൊടുക്കൂ. വേണ്ട, ഞാനിപ്പോ കഴിച്ചു വന്നേ ഉള്ളൂ. വേണ്ടെങ്കി വേണ്ട. പിന്നെ എന്തൊക്കെയുണ്ട് മേനോൻ സാറെ വിശേഷങ്ങൾ? ഞാൻ കടയിൽ നോക്കി, പയ്യെ കണ്ടില്ല. ഈ ചെക്ക് തരാനാ വന്നത്. മേനോൻ സാർ എപ്പോ വേണമെങ്കിലും തന്നാൽ മതി. ഓർണമെന്റ്സ് കൊണ്ടുപോയിട്ട് കുറച്ച് ദിവസമായില്ലേ, ഇരിക്കട്ടെ. പറ്റോളൂ. ആ, എന്തായി മായയുടെ കല്യാണം? പലതും വരുന്നുണ്ട്. ഇപ്പോ ഹോം സയൻസിന് പഠിക്കുകയല്ലേ. നല്ലത് നല്ലത്. ആദ്യം ഗൃഹഭരണം പഠിക്കട്ടെ, എന്നിട്ട് മതി മാരേജ് ലൈഫ്. ഇവളുണ്ടല്ലോ ദമയന്തി, ഇവളെ ഞാൻ കല്യാണം കളിക്കുമ്പോ ഇവൾക്ക് 14 വയസ്സാ. ഇവൾക്ക് ഹോം പോയിട്ട് ഒരു വർക്കും അറിഞ്ഞുകൂടായിരുന്നു. എല്ലാം ഞാൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വന്നു. ഗൃഹഭരണം. സൂക്ഷിക്കണമേ, നീ പഠിക്കുന്നില്ലേ? വീഡിയോ കണ്ടു കണ്ടു ഇരിക്കുന്നു. എന്തു സിനിമ അത് ശ്രീരാമ പട്ടാഭിഷേകം. അതും നല്ലതാണ്. പക്ഷെ ഇവിടെ സംസാരം കേട്ടത് ഫോറിനേഴ്സിന്റെതാണല്ലോ. അത് പാപ്പ സായിപ്പ് മദാമയും ശ്രീരാമൻ സീതയായിട്ട് അഭിനയിച്ച. അതും നല്ലതാണ്. ഇട്ടേട്ടെ ഗാലി ഗാലി പാൻറിട്ട ശ്രീരാമനെയും ഫ്രോക്കിട്ട സീതയും നമ്മളും ഒന്ന് കാണട്ടെ. നീ എന്താണ് ഓൺ ചെയ്യാത്തത്? എന്താണ് നീ ഓൺ ചെയ്യാത്തത്? ആ ക്നാപ്പിങ് തറൂ, അതിങ് തറൂ. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ ഓൺ ചെയ്യാം. കുറെ നാളായി ഞാൻ ഭക്തിപ്പടങ്ങൾ കണ്ടിട്ട്. ടിവിയിൽ രാമായണം മറന്നു, ബിസിനസ്സുകാരനെ കാണാൻ കഴിഞ്ഞില്ല. ശ്രീരാമൻ കിടക്കണു, കിടക്കട്ടെ. ഇതാരാണ്? ലക്ഷ്മണനോ? ലക്ഷ്മണൻ എന്തിനു കൂടെ കിടക്കണം? നിർമ്മൽ ദേവാ, അടയിൽ നിർമ്മൽ. ഇതാണോടാ ശ്രീരാമ പട്ടാഭിഷേകം? ദമയന്തി, അറേ ദമയന്തി, നിന്റെ മകൻ താളയിടുന്ന് എന്ത് കഥ കാണുന്നെന്ന് അറിയാമോ? കണ്ണ, ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നത്. എന്നിട്ട് വേണം കിടന്നുറങ്ങാൻ. എന്റെ തിരുമൽ ദേവാ, താളയും സെക്സ്, മേളലും സെക്സ്. താളയും സെക്സോ? ആ, നിന്റെ പുന്നാറ മകനുണ്ടല്ലോ നിർമ്മൽ, അവൻ താളയിരുന്ന് സായിപ്പിന്റെയും മദാമ്മയുടെയും വീഡിയോ കിസ് കാണുന്നു. അത്രയോ ഉള്ളോ കണ്ണ? സിന്ന കുട്ടിയല്ലേ, അവൻ കാണട്ടെ. കണ്ണനില്ലാത്ത ജ്ഞാനം അവനെങ്കിലും ഉണ്ടാകട്ടെ. ദമയന്തി, നീയാണ് അവനെ സീതയാക്കുന്നത്. വാ കണ്ണ. 10 മണിക്ക് ഉറങ്ങണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഉറങ്ങാൻ പോണു. അത് സാരമില്ല കണ്ണ. ഹാഫ് അവർ കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാക്കും ചേർന്നിറങ്ങാം. ആഹാ, നീയല്ലേ പറയാറുള്ളത് ലഡു കളിക്കരുത്, ജിലേബി കളിക്കരുത്, ശരീരം നന്നായിട്ട് നോക്കണമെന്ന്. ഇത് മാത്രം വിലക്കൊന്നുമില്ലേ? വിലക്കൊന്നുമില്ലേ? ഇതും ഡയബറ്റീസിന് മോശം തന്നെ. ഞാൻ സൂക്ഷിച്ചില്ലെങ്കിൽ എറിയും പോക്ക. കണ്ണ, ഓ തിരുമൽ ദേവാ, ഫോൺ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഹലോ, നിവാദനോ? നാളെ പോയി പണതൂ. 5 പൊൻ മാല കാണുന്ന തിരുമൽ ദേവാ ഭണ്ഡാർ. ഉണ്ണിയോ? ഉണ്ണി തന്നെയാണ് മാലയെടുത്ത് ഉറപ്പാണോ? അന്ന് കളപ്പങ്ങൾക്ക് അവൻ സംശയം തോന്നി. ശ്രീനിവാസൻ അവനോട് ചോദിച്ചില്ല? ആ,
അവൻ എവിടെ ഉണ്ടെങ്കിലും തപ്പിയെടുത്ത് പോലീസിൽ കൊടുക്കൂ. സത്യം വേണം. എവിടെയാണോ ഇരിക്കുന്നത്? സത്യം വേണം. സത്യം. എടാ, പറയാൻ. പറയില്ലല്ലേടാ. തല്ലണം, ഇതരണം. ഇവൻ കള്ളനാണ്, കള്ളൻ. ഇവൻ തന്നെയാണ് മാല എടുത്തിട്ടുള്ളത്. നീ അമ്മാവന്റെ വീട്ടിലെ താമസിക്കുന്നത് പറഞ്ഞിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് കിടക്കുന്നത്, അത് തന്നെ കള്ളമല്ലേ? അയ്യോ, അതെനിക്ക് താമസിക്കാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞ ജോലി തരില്ലെങ്കിലും ഒന്ന് കരുതിയ. എന്താ ഇവനെ തെറ്റില്ലെന്നാ പറഞ്ഞത്? എടാ, നീ ഉള്ള സത്യം തുറന്നു പറഞ്ഞേര്. എവിടെയാ മല വെച്ചിരിക്കുന്നേ? അതിങ്ങ് എടുത്ത് തീർത്തി പോയിക്കോ. ഈശ്വരനാണ് ഞാൻ എടുത്തിട്ടില്ല സാറേ. തിരുമൽ ദേവാ, സാർ, ഒരു അബദ്ധം പറ്റിയതാണ്. മാല കിട്ടി, മാല കിട്ടി. നല്ല പയ്യൻ, കണ്ടപ്പോഴേ തോന്നിയിട്ടുണ്ട്. മിസ്റ്റർ പൈ, എന്തെങ്കിലും കാണാതായാൽ എല്ലായിടത്തും ശരിക്ക് അന്വേഷിച്ചതിന് ശേഷമേ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? മനസ്സിലായി. ഉണ്ണി, ഇവർ നിന്നെ ഒരുപാട് തല്ലി. നമ്മൾ വളരെയേറെ ദുഃഖിക്കുന്നു. നിന്റെ വർഗം തന്നെയാണ് ഇതിന് കാരണം. നീ ബാ, നമുക്ക് കടയിലേക്ക് പോകാം. നിനക്ക് നമ്മൾ ശമ്പളം കൂട്ടി തരുന്നുണ്ട്. എനിക്ക് ജോലി വേണ്ട സാർ. ഇനി എനിക്ക് തല്ലുകൊള്ളാൻ വയ്യ. അച്ഛന്റെ തല്ല് സഹിക്കയ്യാതെ ഞാൻ വീടിട്ടിറങ്ങിയത്. സാരമില്ലടൂ, ഒരു അബദ്ധം പറ്റിയതല്ലേ, കൂടെ ചെല്ലേ. നമ്മൾക്കല്ല. തിന്നു തിന്നു, നല്ലവണ്ണം തിന്നു, നന്നായിട്ട് തിന്നു. നമ്മൾക്കോ ഒന്നും തിന്നാൻ തരുന്നില്ല. നീയെങ്കിലും തിന്നു, നല്ലവണ്ണം തിന്നു, നന്നായിട്ട് തിന്നു. നീ എന്തിനു തിന്നണോ? ഇവൻ തല്ലുകൊണ്ടിട്ട് തിന്നണോ? മോൻ തിന്നോ? ഉണ്ണി, നീ നല്ലവനാണ്. നീ വെങ്കടേശ്വര പയ്യോട് ക്ഷമിക്കൂ. ഒരു ഉറുമ്പിനെ പോലും നമ്മൾ നോവിച്ചിട്ടില്ല. നിനക്കിനി അവിടെ ഒരു കുഴപ്പവും ഉണ്ടാകില്ല. ഞാനിനി അവിടെ ജോലിക്കുന്ന ശരിയാവില്ല മുതലാളി. അവരെന്നെ നിന്നെ ഒന്നും ചെയ്യില്ല. ആ പണ്ടാരങ്ങൾ എന്ത് ചെയ്യുമെന്ന് കാണാമല്ലോ. അല്ലെങ്കിൽ വേണ്ട. അറിയ നിർമ്മൽ, ഇവനെ കടയിൽ നിർത്തണ്ട. നമ്മളുടെ ഒളിഞ്ഞു കിടക്കുന്ന വീടില്ലേ, അവിടെ ഇരുന്ന് വിടുന്നോട്ടെ. ഇവൻ അവിടെ കിടക്കുകയും ചെയ്യാമല്ലോ. ശരി പപ്പ. എന്താ ഉണ്ണി, ശരിയല്ലേ? അത് വേണ്ട മുതലാളി. അറിയ നിർമ്മൽ, തീറ്റി പണ്ടാറം അവനെ പറഞ്ഞു മനസ്സിലാക്കൂ. ഉണ്ണി, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞങ്ങളുടെ ഒരു വീട് വെറുതെ ഒഴിഞ്ഞു കിടക്ക. ഉണ്ണിക്ക് അവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ട് എന്താ സാർ, മതിയോ? മതി, ധാരാളമായി. അടേങ്കപ്പ കാലക്കി. ഇപ്പഴാണ് ശരിക്കും ഒരു ഉണ്ണികൃഷ്ണനായത്. ഇപ്പോഴെങ്ങനെയുണ്ട് നമ്മുടെ ഗുരുരസായനത്തിന്റെ എഫക്ട്? എഫക്റ്റിന്റെ കാര്യമൊന്നും പറയണ്ട. എനിക്കറിയാം ഞാൻ പെട്ട. എടാ, എനിക്കൊരു സംശയം. നിന്റെ ഈ മീശ വെക്കലും ഹെയർ സ്റ്റൈലും ഒക്കെ കണ്ടിട്ട് വല്ല പെമ്പിളേരും പറഞ്ഞിട്ടാണോ നീ ഇങ്ങനെയൊക്കെ? അപ്പൊ എന്റെ സംശയം ശരിയായല്ലോ. ആരാ ആരാ? അവിടുത്തെ മൂത്ത കുട്ടി പറഞ്ഞിട്ടാ. മായ ചേച്ചിയോ? ആ വന്നല്ലോ. കൺഗ്രാറ്റുലേഷൻ. എന്താ ഇവൻ ഇങ്ങനെ മാറ്റിയെടുത്തതിന്. എന്താ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നത്? അതൊക്കെയുണ്ട്. അവൻ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി, മീശയുടെ ഷേപ്പും മാറ്റി. എന്താ സ്റ്റൈല്! ഇങ്ങോട്ട് തിരിഞ്ഞേ. അമ്പോ, തകർത്തു. ഇതെങ്ങനെ ഒപ്പിച്ചെടുത്തു? സിന്ധു, നീ ഇത്തിരി കൂടുന്നുണ്ട്. മാപ്പ് സാർ. മായ ചേച്ചിയാ ഇവന്റെ രൂപ ഇങ്ങനെ മാറ്റിയെടുത്തുന്ന ഇവൻ പറയുന്ന. ദേ, ക്രെഡിറ്റ് മായ ചേച്ചിക്ക് മാത്രമുള്ളതല്ല, എനിക്കും തരണം. എന്റെ ഗുലുകുല ഇവൻ അതിനുള്ള തന്റെ ഇടം കൊടുത്തത്. അതെ അതെ, അത് കഴിച്ചതിന്റെ ക്ഷീണം ഇപ്പോഴും ഉണ്ണിക്ക് മാറിയിട്ടില്ല അല്ലേ ഉണ്ണി? പിന്നെ എനിക്കെന്ന് എത്ര പ്രാവശ്യം വയറ്റിന്ന് പോയത്? ശരി, അത് പോട്ടെ. ഇനി നിന്റെ ഈ വസ്ത്രാലങ്കാരങ്ങളൊക്കെ ഒന്ന് മാറ്റണം. ദേ, എന്റെ കൂടെ വന്നാലുണ്ടല്ലോ, നല്ല ഉഗ്രൻ ഡ്രസ് സെലക്ട് ചെയ്ത് തരാം. ഇവനെ നിർമ്മൽ, നിനക്ക് എന്നെ കുടത്തിൽ മുള്ളിക്കണമെന്നുണ്ടോ? പപ്പ, ഞാൻ നിന്നെ നമ്മൾ അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ അടുത്ത് പറഞ്ഞു വെച്ചതല്ലേ? നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ? നീ നമ്മളെ കമ്പി എണ്ണിക്കും. ഇന്നലെ രാവിലെ ദേ കയറി വന്നിരിക്കുന്നു ഇൻകം ടാക്സ് ഒരു പട തന്നെ. രാത്രി 12 മണിക്കാണ് എന്നെ ദമയന്തി കാണിച്ചത്. മിനിഞ്ഞാന്ന് സെയിൽസ് ടാക്സ്, പിന്നെ പ്രൊഫഷണൽ ടാക്സ്, സൂപ്പർ ടാക്സ്. നമ്മൾ തന്നെ ഒരു ടാക്സ് ആയി മാറി കഴിഞ്ഞിരിക്കുന്നു. തിരുമൽ ദേവ, മേനോൻ സാർ വീട്ടിലുണ്ടോ? അങ്ങേരെ കൊണ്ട് കമ്മീഷണർക്ക് റെക്കമെൻഡേഷൻ ചെയ്യിക്കണം. അവർ തമ്മിൽ വലിയ ഫ്രണ്ട്സ് ആണല്ലോ. അച്ഛൻ സ്റ്റേഷനിലേക്ക് പോയിരിക്കുക. നമ്മൾക്കും സ്റ്റേഷനിൽ പോകാം. വരൂ നിർമ്മൽ. ഞാൻ വരണോ പപ്പ? ഞാൻ അഡ്വക്കേറ്റ് എടുത്ത് പോവാം. വേണ്ട,
നിനക്ക് പോലീസിനെ പേടിയാണെന്ന് നമ്മൾക്ക് നിന്റെ കാറിൽ എന്റെ പുറകു നിന്നെയും പിടിച്ചിട്ടെ നീയും മുള്ളണം കുടത്തിൽ വാറു അറിവു നീ ആത്മ അറിയല്ലോ നല്ലത് മീസ മാറ്റിയതും നല്ലത് മുടി വെട്ടിയതും നല്ലത് പറവറു ഞാൻ എന്റെ കാറിൽ വേണ്ട നിന്റെ കാർ ഇവിടെ കിടക്കട്ടെ നീ നമ്മളുടെ കാറിൽ വന്നാ മതി അല്ലെങ്കിൽ നീ മുങ്ങും നിന്നെ അറിയാം നമ്മൾക്ക് ഏ ലീല, വടക്കേടത്ത് വീട്, തട്ടാരുകോണം, തൃത്താല. ശരിയല്ലേ? ആ ശരിയാ. ഉണ്ണി എന്താ അച്ഛനോട് വഴക്കിട്ട് പോരാൻ കാരണം? അത് പിന്നെ എന്നോട് പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പറയണ്ട. അങ്ങനെയൊന്നുമല്ല. അച്ഛൻ എന്നെ എപ്പോഴും തല്ലും. ഉത്സവമൊന്നും കൃഷ്ണൻകുട്ടി പറഞ്ഞാൽ എനിക്ക് ജീവനാ. കൃഷ്ണൻകുട്ടി ആരാ? അനിയനാ? അനിയനല്ല, അമ്പലത്തിലെ ആനയാ. അച്ഛനൊന്നും ഇഷ്ടമാവില്ല. അച്ഛൻ എപ്പോഴും പണം ഉണ്ടാക്കണം എന്നൊരൊറ്റ വിചാരമേ ഉള്ളൂ. ഇനി ഇവിടെ ഒന്ന് ഒപ്പിട്ടെ. ഇനി ഈ ഫോമും പണവും കൊണ്ട് ഈ പോസ്റ്റ് ഓഫീസിൽ ഏൽപ്പിച്ചാൽ മതി. ഉണ്ണിയുടെ ലീലേച്ചിക്ക് കിട്ടിക്കോളും. നിനക്ക് നിന്നെ നല്ല ഇഷ്ടമായി. നീ നമ്മളുടെ സണ്ണിനെ പോലെയാണ്. നിനക്ക് എന്തു വേണമെങ്കിലും മടിയില്ലാതെ ചോദിക്കണം. നീ നല്ല പയ്യനല്ലേ ദമയന്തി? നല്ല പയ്യൻ. അവൻ മറയല്ല അവരെ നാം പിരിച്ചുവിട്ടു. അവർ ചോദിച്ച കാശും കൊടുത്തു. ശല്യം മാറിക്കിട്ടി. ഇപ്പൊ യൂണിയനുമില്ല, വരിസംഖ്യയുമില്ല. സന്തോഷമായി. അല്ല ഇത് ആറാണ് മേനോൻ സാറിന്റെ മക്കളോ? വറുവറ് ഇറുക്കൂ. എന്താണ് വിശേഷം? നാളെ എന്റെ ബർത്ത്ഡേ. ബർത്ത്ഡേക്ക് വിളിക്കാൻ വന്നതാണോ? നല്ലത്. സാറേ, നിനക്ക് ഞാൻ ബർത്ത്ഡേ പ്രസന്റേഷൻ എന്താണ് പറയേണ്ടത്? പ്രസന്റേഷൻ ഒന്നും വേണ്ട, അങ്കിളും ആയി വന്നാ മതി. പറഞ്ഞാൽ പറ്റൂല. നിനക്ക് എന്ത് വേണ്ടത് അത് പറയൂ. അങ്കിളിന് അത്ര നിർബന്ധമാണെങ്കിൽ ഒരു 10ഓ 15ഓ പവനുമായിട്ട് അങ്ങോട്ട് പോര്. ഇപ്പൊ ചോദിച്ചത് അപകടമായല്ലോ. അറിയന്തമേന്ത് ഇവർക്ക് കാപ്പി കൊടുക്കണമല്ലേ? അങ്കിള് വിഷയമൊന്നും മാറ്റണ്ട, ഞങ്ങൾക്ക് കാപ്പിയും വേണ്ട. അന്താണ് വെറുതെ കിടന്ന സിംഗത്തിന്റെ വായിൽ പല്ല് വെച്ചു കൊടുത്ത് കടി വാങ്ങിയതുപോലായി. അല്ലല്ലെന്നാ ഹൈ ഹാന്ത്. വരൂ ചേച്ചി, പോകാം. വീട്ടിലാരുമില്ല. എന്താ ഉണ്ണികൃഷ്ണൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയോ? അല്ല, ഇവൻ നമ്മൾ കാണാൻ വന്നതാണ്. നിങ്ങൾ വീട്ടിലേക്കാണെങ്കിൽ ഇവനെ കൂടി കൊണ്ടുപോകൂ. ഞാൻ നടന്നു പോയിക്കോളാം. വന്നോളൂ. ചെല്ലു. നിനക്ക് നിന്റെ സ്വന്തം അപ്പന്റെ മുതൽ പോലെ പോകാം. ചെല്ലു വരൂ. ചെല്ലു. എന്ത് വിടിയില്ല. പതുക്കാം. എവിടെയെങ്കിലും ചെന്ന് മുട്ടിയാൽ തരി പോലും കിട്ടത്തില്ല. കാറിൽ ഇരുന്നോണ്ട് എങ്ങനത്തെ വർത്താനം പറയുന്നത്? ഇതിനേക്കാൾ പതുക്കെ എങ്ങനെയാ പോകുന്നത്? ഉണ്ണിക്കെന്താ പേടിയാണോ? എനിക്ക് പേടി ഉണ്ടായിട്ടില്ല. ഓടിക്കുന്ന ആൾക്ക് എന്തെങ്കിലും പറ്റുമെന്ന് കരുതിയാ. ഉണ്ണി, നാളെ എന്റെ ബർത്ത്ഡേ ആണ്. ഉണ്ണി വരണം. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താ ബർത്ത്ഡേ എന്ന് വെച്ചാ? ബർത്ത്ഡേ എന്ന് വെച്ചാൽ ജന്മദിനം, ജനിച്ച ദിവസം. എന്താ ഇപ്പൊ പ്രത്യേകിച്ച്? ഒന്നുമില്ല. നീ ജനിച്ച ദിവസം നിനക്കറിയാമോ? എനിക്കറിയില്ല. അമ്മയുണ്ടായിരുന്നെങ്കിൽ അമ്മ പറയുമായിരുന്നു. അമ്മ എവിടെ പോയി? എനിക്ക് അമ്മയില്ല. ഞാൻ കുട്ടിയായിരുന്നപ്പോഴേ അമ്മ മരിച്ചു. അല്ല, എന്താ ബർത്ത്ഡേ കുറിച്ച് ചോദിക്കാൻ? മാറ്റിച്ചിട്ട് ബർത്ത്ഡേ കാര്യമാണോ? എന്നിട്ട് നീ പോകുന്നില്ലേ? ഉണ്ട്. പിന്നെ ബർത്ത്ഡേക്ക് പോകുമ്പോ വെറും കൈയും വീശൊന്നും പോയാ പോരാ, എന്തെങ്കിലും സമ്മാനം കൊണ്ടേ പോവാവൂ. അതിനിപ്പോ എന്ത് സമ്മാനം കൊണ്ടുപോകും? നിനക്കുള്ള എന്തെങ്കിലും സമ്മാനം കൊണ്ട് അവിടെ ചെന്നിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? ചേച്ചിയുടെ അടുത്ത് സമ്മാനം കൊടുക്ക, പിന്നെ ഹാപ്പി ബർത്ത്ഡേ പറയുക. ഒടുവിൽ അവിടുന്ന് കിട്ടുന്ന ശാപ്പാടുമായിട്ട് സുഖമായിട്ട് പോരാ. അത്രേ